ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൻ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൻ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. Extract of nature. Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikode. Revati Furniture, Agasthyakode, Anchal. Phone 0475 2273 634. തേക്ക്, ഈട്ടി മുതലായ തടികളിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ മിതമായ വിലയ്ക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ. രേവതി ഫർണിച്ചർ, അഗസ്ത്യക്കോട്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്ത്യക്കോട്, അഞ്ചൽ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് പത്മനാഭൻ. പ്രധാന വാർത്ത. റേഷൻ കാർഡിന്റെ പുതുക്കിയ കരട് പട്ടികയിൽ ക്രമക്കേടെന്ന് പരാതി. അർഹതയില്ലാത്തവർ BPL ലിസ്റ്റിൽ കടന്നുകൂടിയെന്നും അർഹതയുള്ളവരെ ഒഴിവാക്കിയെന്നും ആക്ഷേപം. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ലാഭത്തിലെന്ന് മാനേജിംഗ് ഡയറക്ടർ. ലാഭവിഹിതം മന്ത്രിക്ക് കൈമാറി. തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് പുനലൂർ ഗ്രൂപ്പ് സമ്മേളനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. റേഷൻ കാർഡിന്റെ പുതുക്കിയ കരട് പട്ടികയിൽ വ്യാപക പരാതികൾ. അനർഹരായ പലരും BPL ലിസ്റ്റിൽ കടന്നുകൂടിയപ്പോൾ അർഹരായവർ പിന്തള്ളപ്പെട്ടു എന്നാണ് പരാതി. ഒരേക്കറിനുമേൽ വസ്തുവുള്ളവർ, കോൺക്രീറ്റ് മേൽക്കൂരയുള്ളവർ, 1000 സ്ക്വയർ ഫീറ്റിലധികം വിസ്തൃതിയുള്ള വീടുള്ളവർ, ഗവൺമെന്റ് ജീവനക്കാർ തുടങ്ങിയവരാണ് നോൺ പ്രയോറിറ്റി ലിസ്റ്റ് അഥവാ APL കാർഡിൽ ഉൾപ്പെടേണ്ടത്. ഇതിന് താഴേക്കുള്ളവരെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കണക്കാക്കും. ഇവർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുവാനും ഇക്കാര്യം ഉറപ്പുവരുത്തുന്നതിനുമായാണ് BPL പട്ടിക തയ്യാറാക്കുന്നത്. എന്നാൽ ഈ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ച് APL ലിസ്റ്റിൽപ്പെടേണ്ടവർ BPL പട്ടികയിലും BPL പട്ടികയിൽപ്പെടേണ്ടവർ APL പട്ടികയിലും ഉൾപ്പെട്ടതായാണ് വ്യാപക പരാതികൾ. പുതുക്കിയ പട്ടിക പുറത്തിറങ്ങിയ ദിവസം മുതൽ വ്യാപകമായ പ്രതിഷേധങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായി വീടുകളിലെത്തിയ ഉദ്യോഗസ്ഥരോട് വീട്ടുകാർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പട്ടിക തയ്യാറാക്കിയതെന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം. എന്നാൽ സംസ്ഥാനത്ത് ദരിദ്രരുടെ എണ്ണം കുറച്ചുകാട്ടുവാനുള്ള സർക്കാർ തന്ത്രമാണ് ഇത്തരമൊരു പട്ടിക പുറത്തിറങ്ങാൻ കാരണമെന്നും ആക്ഷേപമുണ്ട്. അതേസമയം ദാരിദ്ര്യരേഖയ്ക്ക് താഴെ വരേണ്ടവരെ APL ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കെ APL പട്ടികയിൽ വരേണ്ട സമ്പന്നർ പലരും BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ദുരൂഹമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പൊ APL കാർഡായി. മറ്റുള്ള പണക്കാർക്ക് 2-3 നില കെട്ടിടമുള്ളവർക്ക് BPL ആയി. അതെന്തിനു ഞങ്ങൾക്ക് അന്വേഷിച്ചു തരാൻ പോലും ആരുമില്ലാത്തവരാ. ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ല. മുനിസിപ്പാലിറ്റിക്കാരൻ തന്ന 2 സെന്റ് കിടക്കടത്തില്ല, ശാപമാടത്തില്ല ഞങ്ങൾ കിടക്കുന്നത്. ഞങ്ങൾക്കില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ന്യായമാണ്. സർക്കാർ അതെന്തൊരു വേലയാ കാണിക്കുന്നത്. മണ്ണെണ്ണയില്ല, പഞ്ചാരയില്ല, അരിയില്ല, ഞങ്ങൾക്കൊന്നുമില്ല. അതെന്തൊരു ന്യായം അവര് കാണിക്കുന്നത്. ഞങ്ങൾക്കൊരു നീതി വേണ്ടേ? അതെന്തൊരു വേലയാണ്. ഞങ്ങൾക്കൊന്നും ഒന്നുമില്ല. ആകപ്പാടി ഞങ്ങൾ 3 പേരെ അന്വേഷിച്ചു തരാൻ പോലും ആരുമില്ലാത്തവരാണ്. ഇങ്ങനെയുള്ളവർ തുടങ്ങിയാൽ ഇന്നലെ റേഷൻ കടയിൽ ചെന്നപ്പോൾ വലിയ വലിയ തുടങ്ങി മാല ഇട്ടവർക്കൊക്കെ BPL, ഞങ്ങൾക്കൊക്കെ APL. ഞങ്ങൾക്കൊക്കെ പാവങ്ങളാ. പാവങ്ങൾക്ക് എന്തിനാ ഇങ്ങനെ നടന്ന് തള്ളു വിളിക്കുന്നത്? ഇനി പൊന്നുകുഞ്ഞെ, അത് തന്നെ മന്ത്രിക്ക് പോയിട്ട് അന്നന്ന് ജോലി ചെയ്ത് അന്നന്ന് കഴിയുന്ന ആൾക്കാരാ. എന്നിട്ട് ഈ കാടിന് കിടന്ന് ഞങ്ങൾ പെണ്ണുങ്ങളെ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾ ഇങ്ങനെ കിടന്ന് തെള്ളും അടിയും കൂടുക. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? നല്ലപോലെ ചെയ്തിട്ട് മനുഷ്യർക്ക് വേണ്ടി. BPL കാർഡ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉടനെ ഞങ്ങളുടെ ലിസ്റ്റ് വന്നപ്പോൾ ഞങ്ങളുടെ അതിൽ പേരില്ല. ഞങ്ങൾ അങ്ങോട്ട് കയറി പോകണം. 5 സെന്റ് സ്ഥലമുണ്ട്, ഒരു കൊച്ചു വീട് കൊണ്ടുവന്ന് ഞങ്ങൾക്ക്. വേറെ വരുമാനമില്ല, ഭർത്താവിന് സുഖമില്ല, 2 പെൺപിള്ളേർക്ക് സുഖമില്ല. എങ്ങനെ കഴിഞ്ഞുകൂടും?
പേരും ഇല്ല, അഡ്രസ്സും ഇല്ല, ഒന്നുമില്ല. ഇതിന്റെ മാനദണ്ഡം 62 വയസ്സുണ്ട്. ബിപിഎൽ കാർഡ് ആവുന്ന മാനദണ്ഡം എന്തുവാ അത് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി. 4 നിലയുള്ള കെട്ടിടക്കാരെല്ലാം ബിപിഎൽ ലിസ്റ്റിൽ കിടക്കുന്നത്. പക്ഷേ നിങ്ങൾ ഷെഡടിച്ച് കിടക്കുന്നവരെല്ലാം എപിഎൽ കിടക്കും. ഇതിന്റെ മാനദണ്ഡം എന്തുവാ അത് ഞങ്ങൾക്ക് അറിയണം. കുഞ്ഞുങ്ങളുണ്ട്, എൻ്റെ ഭർത്താവിന് സുഖമില്ലാത്തതാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഈ APL ലിസ്റ്റിലാണെന്നുണ്ട് എങ്ങനെ എൻ്റെ കൊച്ചുങ്ങളെ പഠിപ്പിക്കുക? എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടണമെങ്കിൽ എങ്ങനെ കിട്ടും? ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ഒരു പന്ന വീടും ഒരു സുഖമില്ലാത്ത ഒരു ഭർത്താവും 2 പൊടി കൊച്ചുങ്ങളും. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഒരു നിവൃത്തിയില്ല, ഒന്നുമില്ല. ഇന്ന് വരെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വോട്ടിടാൻ പോകത്തേ ഇല്ല. സാമ്പത്തികം ഉള്ളവർക്കും അതിൻ്റെ മാനദണ്ഡം അനുസരിച്ച് ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തവർക്ക് BPL ലിസ്റ്റ് പേര് വന്നില്ലെങ്കിൽ ഞങ്ങൾ ഇനി വോട്ടിടാനും പോകത്തില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭരണഘടനയും BPL അതിപ്പോൾ ഇന്നലെ പേരിനകത്ത് APL ആയേക്കുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ 3 സെന്റ് സ്ഥലമേ ഉള്ളൂ. ഞങ്ങൾ 3-4 പേര് കഴിയുക. ഞങ്ങൾ അന്നേത് എത്ര പട്ടിക്കാരുണ്ടെന്ന് കഴിയുന്നതാണ്. ഞങ്ങൾ എന്ത് ചെയ്യാനെ കൊണ്ടാണ്? ഞങ്ങളെ വേറെ നിവൃത്തിയിൽ അന്വേഷിച്ചാൽ ആരുമില്ല. ഞങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് APL ഇപ്പം അന്നൊന്ന് ഇറങ്ങിപ്പോയി കഴിയുന്നവർക്ക് APL കാർഡായിട്ടാണ് ഇപ്പം വന്നേക്കുന്നത്. തീരെ നിവർത്തിയില്ല. SC-കാരായിട്ടും അവർക്ക് APL കാർഡ് വന്നേക്കുന്നത്. BPL ഇല്ല. വലിയ വലിയ ആൾക്കാർക്ക് വലിയ പണക്കാർക്കൊക്കെ BPL ആയിട്ട് കാർഡ് വന്നേക്കുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കുന്നത്? വർഷം തോറും അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോൾ ഭരണക്കാർ മാറി മാറി വരുന്നു. പക്ഷേ ഈ ജനങ്ങൾ അവിടെ നിന്ന് കഷ്ടപ്പെടുക. അവർക്ക് BPL ഇല്ല, APL എല്ലാം മൊത്തത്തിൽ എവിടെ ചെന്നാലും APL BPL ആയിട്ട് ഞങ്ങൾക്ക് ഒരു ആശുപത്രി ചെന്നാലും APL ആണെങ്കിൽ ഒരു ആനുകൂല്യം കിട്ടത്തില്ല. യാതൊന്നും ഒരു മരുന്നിനാവട്ടെ ഒന്നും നമുക്ക് കിട്ടത്തില്ല. പക്ഷേ വലിയ വലിയ ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് BPL അവർക്ക് ആനുകൂല്യം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പാവങ്ങൾ നടന്ന് ഇങ്ങനെ നടന്ന് ഓടിക്കണം, വർഷം തോറും ഇങ്ങനെ നടന്ന് ഓടിക്കണം, കിടന്ന് കഷ്ടപ്പെട്ടണം. അതേ ഉള്ളൂ ഈ പാവങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടും വിഷമം. അത് ഇപ്പോൾ ഈ നിലവിൽ ഇപ്പോൾ ഏത് മന്ത്രിമാർ മാറി മാറി ഭരിച്ചാലും ഒരു പാവങ്ങൾ കഷ്ടപ്പെടാനുള്ളത് കഷ്ടപ്പെട്ടേ വെക്കൂ. അത് എന്നായാലും കഷ്ടപ്പെട്ടേ വെക്കും. പക്ഷേ അവർക്ക് ഒരു നേരത്തെ ആഹാരം ഉണ്ടോ ഇല്ലയോ ഒന്നും അന്വേഷിക്കത്തുമില്ല. ഇപ്പോൾ റേഷൻ കാർഡ് തന്നെ അരിയില്ല. APL കാർഡായി കഴിഞ്ഞാൽ അരിയില്ല, യാതൊരു മണ്ണെണ്ണയില്ല, പഞ്ചാരയില്ല, ഒന്നുമില്ല. അങ്ങോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അരിയില്ല. ഞങ്ങൾ എങ്ങോട്ട് പോകണം? ഞങ്ങൾക്ക് വില എടുത്ത് അരി മേടിച്ച് കഴിക്കാനൊക്കും. ഞങ്ങൾ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന അരി വെച്ചാൽ ഞങ്ങൾ കഴിക്കാനൊക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് BPL തരണമെന്ന് തന്നെ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടണം. ഞങ്ങൾ SC-കാരുമാണ്. നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്തവരാണ് APL പട്ടികയിൽപ്പെട്ട പലരും. തെറ്റ് തിരുത്തി ലഭിക്കാൻ പരാതി സ്വീകരിക്കുന്ന സപ്ലൈ ഓഫീസിലും വൻ തിരക്കാണ്. രാവിലെ മുതൽ കാണുന്ന നീണ്ട നിര വൈകിയും കുറയാതെ കാണാം. BPL ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള അപേക്ഷ സ്വീകരിച്ച് നിശ്ചിത ദിവസം ഉദ്യോഗസ്ഥർ പരാതിക്കാരുടെ വീടുകളിൽ നേരിട്ട് സന്ദർശനം നടത്തും. തുടർന്ന് കാര്യങ്ങൾ വീണ്ടും ഉറപ്പുവരുത്തും. ഇങ്ങനെ ആനുകൂല്യങ്ങളുടെ അർഹരായവരെ കണ്ടെത്താനാണ് തീരുമാനം. എന്നാൽ ഇത് പൂർത്തിയായി പുതിയ കാർഡ് കയ്യിൽ കിട്ടുമ്പോഴേക്കും പിന്നെയും ഏറെ നാളുകൾ കാത്തിരിക്കേണ്ടി വരുമെന്നതാണ് മറ്റൊരു വസ്തുത. ലൈവ് വാർത്ത, പുനലൂർ. തലവൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്കായി സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ മുട്ടക്കോഴി വിതരണം സംഘടിപ്പിച്ചു. വനിതാമിത്രം പദ്ധതിയുടെ ഉദ്ഘാടനം വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജു നിർവഹിച്ചു. കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ തലവൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്കായി ആവിഷ്കരിച്ച കെപ്കോ വനിതാമിത്രം പദ്ധതിയുടെ ഉദ്ഘാടനം വനംവകുപ്പ് മന്ത്രി K. രാജു നിർവഹിച്ചു. സ്വാഭാവികമായും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ബാക്കിയുള്ള വാർഡുകളിലെ ഗുണഭോക്താക്കൾക്ക് ഈ കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുക. ഇവിടെ കെപ്കോ നടപ്പിലാക്കുന്ന നിരവധിയായിട്ടുള്ള പദ്ധതികളെ സംബന്ധിച്ച് MD അതിനുശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷന്മാരെ സൂചിപ്പിച്ചു. ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനത്തെ സംബന്ധിച്ച് ബഹുമാനനായിട്ടുള്ള അധ്യക്ഷൻ ദീർഘമായി തന്നെ ഇവിടെ പ്രതിപാദിക്കുന്നു. നിശ്ചയിക്കുന്നത് തന്നെ ഈ ഒരു പരിപാടി കൂടെ ഞങ്ങൾക്ക് 2 പേർക്കും പങ്കെടുക്കേണ്ടതുണ്ട് എന്നൊന്നുമുണ്ടോ ദീർഘമായ പ്രസംഗത്തിന് മുന്നിലില്ല എന്ന് മാത്രമാണ്. ഈ വേദിയിൽ ധാരാളം ആളുകൾ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും എല്ലാവരും പ്രസംഗിക്കുന്നു. കാരണം കോഴിയെ രാവിലെ എത്തിക്കുന്ന വിഷയോടുകൂടി അത് വിതരണം നടത്തും. എനിക്ക് തന്നെ അനുഭവം യഥാർത്ഥത്തിൽ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് വിതരണം നടത്താൻ താമസിച്ചതുകൊണ്ട് കോഴികൾ ചത്തുപോയ അനുഭവിക്കും. പക്ഷെ എനിക്കൊരാശങ്കയുണ്ട്, ചിലർ വന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് കവറുമായിട്ട്. വേണ്ടത്ര അറിയിപ്പ് കിട്ടിയില്ലയോ? പ്ലാസ്റ്റിക് കവറ്, അതുപോലെ തന്നെ വായു കയറാത്ത സഞ്ചിയിൽ കോഴി വെച്ച് കൊണ്ടുപോകാൻ പാടില്ല. വെച്ചുകൊണ്ട് പോയാൽ എന്നൊരു മിക്കവാറും വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ഇതിനെ കറിയാക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ ഗുണഭോക്താക്കളായി വന്നിട്ടുള്ള സഹോദരിമാരായാലും അമ്മമാരായാലും സഹോദരന്മാരായാലും
നിങ്ങൾ ഈ കോഴിയെ വാങ്ങിക്കൊണ്ടുപോകുന്നത് 10 കോഴി അതുപോലെ തന്നെ കുറച്ച് തീറ്റയും മരുന്നുമുണ്ട്. ഇത് വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ വായു നല്ലപോലെ കടക്കുന്ന കൂടോ അങ്ങനെയുള്ള സംവിധാനത്തിൽ വേഗം കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു അഭ്യർത്ഥന എന്റെ ഇത്രയും ഉച്ചത്തിൽ പറഞ്ഞില്ല. എന്റെ യഥാർത്ഥത്തിൽ അതാണ് പറഞ്ഞത്. അതാണ് എനിക്ക് നടത്താനുള്ള അഭ്യർത്ഥന. നല്ല ഒന്നാന്തരം കോഴികളെയാണ് വിതരണം ചെയ്യുന്നത്. അത് 80 ദിവസത്തോളം പ്രായമുള്ള കോഴികളെയാണ് വിതരണം ചെയ്യുന്നത്. എല്ലാ പഞ്ചായത്തുകൾക്കും ഈ ഭാഗ്യം ലഭിച്ചിട്ടില്ല. തലമൂർ പഞ്ചായത്തിലെ 1000 മരുന്നുകൾക്ക് 10,000 കോഴികളെയാണ് നമ്മൾ ഈ പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്നത്. ഇവിടെ സൂചിപ്പിച്ചു 15 ലക്ഷം രൂപയുടെ പദ്ധതിയാണ്. ഗുണഭോക്തൃ വിഹിതമായി ചെറിയ തുക നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരുമ്പോൾ 1500ഓളം രൂപയുടെ മൂല്യമുള്ള ഒരു പദ്ധതി ആനുകൂല്യമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. വനിതാമിത്രം പദ്ധതിയുടെ ഭാഗമായി 10,000 മുട്ടക്കോഴികളെയാണ് കുടുംബശ്രീ അംഗങ്ങൾക്കായി ഇവിടെ വിതരണം ചെയ്തത്. തലവൂർ ഞാറക്കാട് സോജു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ KB ഗണേഷ് കുമാർ MLA അധ്യക്ഷത വഹിച്ചു. മുട്ടയുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാനുള്ള വളരെ പ്രശംസനീയമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ വനിതാമിത്രം എന്ന ഈ പദ്ധതി കെപ്കോയുടെ നേതൃത്വത്തിൽ തുടങ്ങിയത്. ഇതിന്റെ ഗുണഫലം എന്ന് പറയാൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ കാണാനിടയായി. ചൈനയിൽ നിന്ന് കൃത്രിമ മുട്ട വരുന്നു എന്നുവരെയാണ് വാർത്ത. അതിൽ സത്യം എത്രയുണ്ട് എന്ന് എനിക്കറിയില്ല. കാരണം കണ്ടതേ ഉള്ളൂ. അതിൽ സത്യമില്ല എന്നാണ് ഒരു ചാനൽ പറയുന്നു, അതിൽ സത്യമുണ്ട്. മറ്റുള്ളവരെല്ലാവരും പറയുന്നു അതിൽ സത്യമില്ല എന്ന്. അത് അവരുടെ കാര്യം. പക്ഷേ മുട്ട എടുക്കുമ്പോൾ അതിനകത്ത് മുട്ടയുടെ അകത്തുള്ള ഒരു ലെയർ, ഒരു പാളി പ്ലാസ്റ്റിക് പോലെ ഉരുകുന്നത് കത്തുന്നതൊക്കെ കാണുക. ഈ അത്ഭുതങ്ങളുടെ രഹസ്യം എന്താണെന്ന് അറിയില്ല. അതൊന്നും പറയാനുള്ള ആധികാരികമായ അറിവും എനിക്കില്ല. പക്ഷേ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ വിശ്വസത എന്ന് പറയുന്നത്, നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയാൽ കൊളസ്ട്രോൾ ഫ്രീ മുട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എനിക്കറിയത്തില്ല. എഴുതി വെച്ചിട്ടുണ്ട് കൊളസ്ട്രോൾ ഉണ്ടാകുന്നില്ല മുട്ടയ്ക്ക്. നമ്മുടെ എല്ലാ ഉൽപ്പന്നങ്ങളും, നമ്മുടെ നാട്ടിൽ ഉത്പാദിപ്പിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളെയും ഭയപ്പെടുത്തി നമ്മളെ അതിൽ നടത്തും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം കേരളീയന് ഏറ്റവും വേണ്ടപ്പെട്ട കേരളത്തിൻ്റെതായ തനത് ഉൽപ്പന്നമായ വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണയെ കാലാകാലങ്ങളിൽ മാധ്യമങ്ങളിലൂടെ നമ്മളെ ഭയപ്പെടുത്തി. ഡോക്ടർമാര്, IMA എന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകൾ, വിദേശ ധനസഹായം വരുന്ന പല സംഘടനകൾ, NGOകൾ, അവർ മാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രതികരണത്തിൽ നിന്ന് വെളിച്ചെണ്ണയിൽ നിന്ന് മനുഷ്യനെ അറിയില്ല. വെളിച്ചെണ്ണ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നുണ്ട്. വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു തലമുറകൾ ഉണ്ടായിരുന്നു. നമ്മുടെ മുൻ പൂർവികരായ തലമുറയിൽപ്പെട്ടവർ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ചിരുന്ന കാലത്ത് ഇത്രയും ക്യാൻസർ ഉണ്ടായിരുന്നു, ഇത്രയും ഹൃദ്രോഗം ഉണ്ടായിരുന്നു. വളരെ അപൂർവമായ ആളുകൾ ഹൃദ്രോഗം വന്ന് മരിക്കും. രാത്രി നടന്നു പോകുന്ന വഴിക്ക് വീണ് മരിച്ചാൽ മാടനടിച്ചാന്ന് പറയുന്നത് പണ്ട് നാട്ടുപുറത്തൊക്കെ. പക്ഷെ ഇപ്പം കൊച്ചുകുട്ടികൾ 34 വയസ്സ് 32 വയസ്സുള്ള ചെറുപ്പക്കാർക്ക് വരെ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പൊ എന്താ പറയുക, വടക്കേ ഇന്ത്യയിൽ നിന്നും സൂര്യകാന്തി എണ്ണ വന്നു. ഈ സൂര്യകാന്തി എണ്ണയെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ പ്രചരണങ്ങൾ ഉണ്ടായി. വെളിച്ചെണ്ണ കഴിച്ചാൽ ഹാർട്ട് അറ്റാക്ക്. നിങ്ങളെ പരിചയമുള്ളവർ അല്ലാതെ പരിചയമില്ലെങ്കിൽ മക്കളോടും പറയുക, ഇന്റർനെറ്റിൽ കയറിയിട്ട് വെർജിൻ കോക്കനട്ട് ഓയിൽ, നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനും മറ്റും പണ്ടുണ്ടാകുന്ന പാചകത്തിൽ ഉപയോഗിക്കുന്ന ഉരുക്ക് വെളിച്ചെണ്ണ, ഈ ഉരുക്ക് വെളിച്ചെണ്ണയുടെ ഗുണഫലം എന്താണ് എന്ന് നിങ്ങളൊന്ന് ഇന്റർനെറ്റിൽ കയറി പരിശോധിച്ചാൽ ലോകത്തെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഇന്ന് ഹൃദ്രോഗത്തെ തടുക്കുന്ന, ഡയബറ്റിക്സിനെ തടുക്കുന്ന ഏറ്റവും നല്ല മരുന്ന് എന്ന് ചോദിച്ചാൽ ശുദ്ധമായ വെളിച്ചെണ്ണ എന്നാണ് പറയുന്നത്. കെപ്കോ ചെയർമാൻ S കുട്ടപ്പൻ ചെട്ടിയാർ, കെപ്കോ MD ഡോക്ടർ V സുനിൽകുമാർ, തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S സജീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ആശ ശശിധരൻ, അഡ്വക്കേറ്റ് S വേണുഗോപാൽ, പത്തനാപുരം കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് B അജയകുമാർ, CPI മണ്ഡലം സെക്രട്ടറി GR രാജീവൻ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബിജു K മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ചടങ്ങിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും തലവൂർ ദേവിവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനുമായ ഭാനുപ്രസാദിനെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മാതൃരാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീരജവാന്മാർക്ക് മാതൃവിദ്യാലയങ്ങളിൽ സ്മാരകമൊരുങ്ങും. തലവൂർ ദേവിവിലാസം സ്കൂളിലാണ് രാജശേഖരൻ നായർ, സജീവ് ഗോപാലപിള്ള എന്നിവരുടെ സ്മാരകം നിർമ്മിക്കുന്നത്.
അർദ്ധസൈനിക ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂളിൽ നടന്ന അനുസ്മരണ ചടങ്ങിലാണ് ധീരജവാന്മാർക്ക് സ്മാരകം നിർമ്മിക്കാനുള്ള തീരുമാനമെടുത്തത്. 1971 പശ്ചിമബംഗാളിലെ 24 ഫർഗാനയിൽപ്പെട്ട കൃഷ്ണനഗറിൽ നടന്ന നക്സൽ ഏറ്റുമുട്ടലിൽ 12 നക്സലൈറ്റുകളെ വകവരുത്തിയ ശേഷം നക്സലൈറ്റുകളുടെ കയ്യിൽ അകപ്പെടുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് സ്വയം വെടിയുതിർത്ത് രാജശേഖരൻ നായർ ജീവത്യാഗം ചെയ്തത്. വിളക്കുടി പഞ്ചായത്തിലെ കാര്യറ കണ്ണൻകുഴിയത്ത് വീട്ടിൽ വേലായുധൻ നായരുടെ മൂന്നാമത്തെ മകനായ രാജശേഖരൻ നായർ തലവൂർ ദേവിവിലാസം സ്കൂളിൽ നിന്നും 1962 SSLC പരീക്ഷ എഴുതിയ ശേഷം നേരെ പോയത് CRPFൽ ചേരാനായിരുന്നു. തിരുവനന്തപുരം, എറണാകുളം ജില്ലകൾ ഉൾപ്പെടുന്ന തെക്കൻ ജില്ലകൾക്കായി നടന്ന റിക്രൂട്ട്മെന്റിൽ തെരഞ്ഞെടുക്കപ്പെട്ട 6 പേരിൽ ഒരാളായിരുന്നു രാജശേഖരൻ നായർ. പഠനകാലത്ത് തന്നെ പട്ടാളത്തിൽ ചേരണമെന്ന മോഹമായിരുന്നു സൈനിക പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗം കൂടിയായ രാജശേഖരൻ നായർക്ക്. മൃതദേഹം കൊൽക്കത്തയിലെ ഗംഗാനദീ തീരത്താണ് പൂർണ്ണ ബഹുമതികളോടെ സംസ്കരിച്ചത്. നായിക് രാജശേഖരൻ നായരുടെ മരണത്തിന് CRPF പകരം വീട്ടിയത് കൃഷ്ണനഗറിലെ മുഴുവൻ നക്സൽ ആക്രമികളെയും കൊന്നൊടുക്കിക്കൊണ്ടായിരുന്നു. സഹോദരന്മാരും പൂർവ്വ സൈനികരുമായ മുരളീധരൻ പിള്ള, വരദരാജൻ നായർ എന്നിവരാണ് ചടങ്ങിൽ ധീരജവാന്റെ ഓർമ്മകൾ പങ്കുവച്ചത്. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച പൂർവ്വ വിദ്യാർത്ഥി സജീവ് ഗോപാലപിള്ളയെയും ചടങ്ങിൽ അനുസ്മരിച്ചു. സ്കൂൾ മാനേജർ R. വേണുഗോപാൽ, തലവൂർ ദേവസ്വം പ്രസിഡന്റ് സന്തോഷ് കുമാർ, PTA പ്രസിഡന്റ് മധുസൂദനൻ പിള്ള, പ്രിൻസിപ്പൽ ഹേമലത, ഹെഡ് മിസ്ട്രസ് വത്സലകുമാരി, സ്റ്റാഫ് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ, നസീർ, സുരേഷ് കുമാർ, ശ്രീകുമാർ, ദേവസ്വം ഭാരവാഹികളായ ഹരികുമാർ, കുട്ടപ്പൻ നായർ എന്നിവർ സംസാരിച്ചു. നമ്മുടെ സ്കൂളിനെ കുറിച്ച് നമുക്ക് അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് ഈ നിമിഷം. അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് ഈ നിമിഷം. രാജശേഖരൻ നായർ എന്ന് പറയുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി 55 കാലഘട്ടത്തിൽ ഈ സ്കൂളിൽ പഠിച്ച് 1971 നമ്മുടെ സുരേഷ് സാർ പോലും അന്ന് ജനിച്ചിട്ടില്ല. ആ കാലഘട്ടത്തില് പശ്ചിമ ബംഗാളിലെ കൊടും വനങ്ങളിൽ നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും അമ്മൂമ്മയും അപ്പൂപ്പനെയും നമ്മുടെ രാജ്യത്തെയും കാത്തുരക്ഷിക്കാൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, റിസർവ് ഫോഴ്സ് എന്ന് പറയുന്ന ലൈവ് വാർത്ത പത്തനാപുരം. ലൈവ് വാർത്ത തുണയായി പുന്നല കടശ്ശേരി കുപ്പിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജുവും പത്തനാപുരം MLA KB ഗണേഷ് കുമാറും സ്ഥലം സന്ദർശിച്ചു. UDF സർക്കാരിന്റെ കാലത്ത് പത്തനാപുരം MLA KB ഗണേഷ് കുമാർ വനം മന്ത്രിയായിരിക്കെ ശബരി കുടിവെള്ള പദ്ധതിക്കായി നിർമ്മിച്ച കെട്ടിടങ്ങൾ കാടുകയറി നശിക്കുന്നതായി വാർത്ത ചെയ്തിരുന്നു. ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടങ്ങൾ കാടുകയറി നശിക്കുന്നതായും ശബരി കുടിവെള്ള പദ്ധതി ഇല്ലാതാകുന്നുവെന്നുമുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് വകുപ്പ് മന്ത്രിയും സ്ഥലം MLAയും കടശ്ശേരിയിലെ ശബരി കുടിവെള്ള പദ്ധതി സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. ശബരി കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ആക്ഷേപങ്ങളിൽ കഴമ്പില്ലെന്നും ശബരി കുടിവെള്ള പദ്ധതി 3 മാസത്തിനകം യാഥാർത്ഥ്യമാകുമെന്നും വനം വകുപ്പ് മന്ത്രി കെ രാജുവും പത്തനാപുരം MLA KB ഗണേഷ് കുമാറും പറഞ്ഞു. എന്നോട് യഥാർത്ഥത്തിൽ 2-3 പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ്. അത് കൂടാതെ ഇവിടുന്ന് 2-3 സെറ്റ് നിവേദക സംഘങ്ങളും വന്നിരുന്നു. അതായത് ഇങ്ങനെ കുടിവെള്ള വിതരണം നടത്താൻ ഉതകുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് കുപ്പിവെള്ളം സംവിധാനം, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഏതാണ്ടെല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ബാക്കി അവശേഷിക്കുന്ന ഇനി എന്താ പ്രശ്നമെന്ന് വെച്ചാൽ അതിന് പരിഹാരം കണ്ട് പ്രവർത്തനയോഗ്യമാക്കണം എന്നുള്ള നിലയിലാണ് MLA ആവശ്യപ്പെട്ടതും അതുപോലെ ഇവിടുന്ന് നിവേദക സംഘം വന്നവരാവശ്യപ്പെട്ടതല്ല. 1-2 പ്രാവശ്യമൊക്കെ ഞങ്ങൾ ഡേറ്റ് തീരുമാനിച്ചെങ്കിലും അതൊന്നും ഒത്തില്ല. ഇന്നാണ് ഇപ്പോൾ സൗകര്യം ഒത്തു വന്നത്. ഇതുവരെയുള്ള ഒരു സ്ഥിതി ഇതിപ്പോൾ KFDCയുടെ ചുമതലയിലാണ് ഇതിൻ്റെ വർക്കുകൾ എല്ലാം നടന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ രാജു ഇവിടെ സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ തീരുമാനം അദ്ദേഹം അറിയിച്ചു. വളരെ സന്തോഷമുണ്ട്. വളരെ വേഗത്തിൽ തന്നെ യോഗം വിളിച്ചുകൂട്ടി ഈ പദ്ധതി പുനരാരംഭിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം വാഗ്ദാനം തന്നിരിക്കുകയാണ്. അതിൽ ഞാനും നാട്ടുകാരും വളരെ സന്തുഷ്ടരാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വരുന്നതിന് മുമ്പ് കഴിഞ്ഞ UDF സർക്കാർ തടസ്സപ്പെടുത്തിയിട്ടിരുന്ന ഈ ഒരു വലിയ പദ്ധതി ഈ നാടിനും ഈ പ്രദേശത്തിനും പൊതുവിൽ വനം വകുപ്പിനും കേരള ജനതയ്ക്കും ഗുണമുള്ള ഒരു പദ്ധതി, കുറഞ്ഞ വിലയ്ക്ക് ശുദ്ധീകരിച്ച കുടിവെള്ളം കുപ്പിയിലാക്കി എത്തിക്കുന്ന, മാർക്കറ്റിലെ കുത്തക കമ്പനികളുമായി മത്സരിക്കാൻ കഴിയുന്ന നിലവാരം കൂടിയ പാക്കിങ്ങിനുള്ള വെള്ളം ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഇടതുപക്ഷ മുന്നണി സർക്കാരിൻ്റെ പ്രഖ്യാപിത നയത്തിൻ്റെ ഭാഗമായി ഇത് പൂർത്തിയാകും. നല്ല ലക്ഷ്യത്തോടെ തുടങ്ങിയ ഈ പദ്ധതിയെ കഴിഞ്ഞ UDF ഗവൺമെൻറ് അട്ടിമറിച്ചിരിക്കുകയായിരുന്നു. LDF ഗവൺമെൻറ് ഇതിന് ജീവൻ നൽകിക്കൊണ്ട് ജനങ്ങൾക്ക് വില കുറച്ച് നല്ല നിലവാരമുള്ള വെള്ളം കുപ്പിയിലടച്ച് എത്തിക്കുന്നതിനുള്ള വനം വകുപ്പിൻ്റെ പദ്ധതി പുനരാരംഭിക്കും. അതിന് പൂർത്തിയാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നുള്ള മന്ത്രിയുടെ തീരുമാനത്തിൽ വളരെ സന്തുഷ്ടരാണ് ഞങ്ങളെല്ലാവരും. തീർച്ചയായിട്ടും അദ്ദേഹം അടിയന്തരമായി നിർവഹിച്ചു തരുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ ഈ പ്രദേശത്തെ മറ്റ് പ്രശ്നങ്ങളും അദ്ദേഹത്തിന് മുമ്പിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്.
അദ്ദേഹം അതും പരിഹരിക്കാമെന്ന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതിൽ വളരെ സന്തോഷം. ശബരി കുടിവെള്ള പദ്ധതി 3 മാസത്തിനുള്ളിൽ യാഥാർത്ഥ്യമാകുമെന്ന് വനം വകുപ്പ് മന്ത്രി കെ രാജു പറഞ്ഞു. KB ഗണേഷ് കുമാർ MLA, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശികല, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ബെന്നിച്ചൻ തോമസ്, പുനലൂർ DFO സിദ്ദിഖ്, മറ്റ് ജനപ്രതിനിധികളും സന്നിഹിതരായിരുന്നു. വനം വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം ഏറെ പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയുമാണ് പ്രദേശം ചെവിക്കൊള്ളുന്നത്. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പ്രത്യക്ഷമായും പരോക്ഷമായും നിരവധി പേർക്ക് ഇവിടെ ജോലി ലഭ്യമാകും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ജനകീയ പ്രാതിനിധ്യം കൊണ്ട് ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമസഭകൾ ശ്രദ്ധേയമാകുന്നു. 17ാം വാർഡിലെ ഗ്രാമസഭാ യോഗം ആലഞ്ചേരി ക്ഷീരവികസന സംഘം ഓഡിറ്റോറിയത്തിൽ നടന്നു. 2016-17 സാമ്പത്തിക വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനുമായാണ് ഗ്രാമസഭായോഗം ചേർന്നത്. ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ 17ാം വാർഡിലെ ഗ്രാമസഭായോഗം ആലഞ്ചേരി ക്ഷീര സഹകരണ സംഘത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത്. ജനപങ്കാളിത്തം കൊണ്ട് ഗ്രാമസഭ ഏറെ ശ്രദ്ധേയമായി. വിവിധ പദ്ധതികളെപ്പറ്റി ഏരൂർ ഗ്രാമപഞ്ചായത്ത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ വൈസ് പ്രസിഡന്റ് S. സന്തോഷ് വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാജീവ് അധ്യക്ഷനായി. ഗ്രാമസഭാ കോർഡിനേറ്റർ ശൈലജ, CDS മെമ്പർ ഉഷാപ്രസാദ്, ബാലൻപിള്ള എന്നിവർ ഗ്രാമസഭയ്ക്ക് നേതൃത്വം നൽകി. ലൈവ് വാർത്ത, അഞ്ചൽ. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് ബെൽ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് ബെൽ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം. 25,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവയുടെ ഡിസ്പ്ലേ. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാർ. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ വൻ ലാഭത്തിലെന്ന് SFCK മാനേജിംഗ് ഡയറക്ടർ L. ശിവകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ വക ലാഭവിഹിതം മന്ത്രി VS സുനിൽകുമാറിന് കൈമാറിയതായും അധികൃതർ അറിയിച്ചു. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ 2015-2016 വർഷത്തെ ലാഭവിഹിതം വകുപ്പ് മന്ത്രി വശം സർക്കാരിന് കൈമാറിയതായി SFCK മാനേജിംഗ് ഡയറക്ടർ L. ശിവകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരളയുടെ 2015-16 വർഷത്തെ സാമ്പത്തിക വർഷത്തെ ലാഭവിഹിതം കൈമാറുന്നൊരു ചടങ്ങ് കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട അഗ്രികൾച്ചർ മിനിസ്റ്റർക്ക് നമ്മൾ കൈമാറുകയുണ്ടായി. നമ്മുടെ കോർപ്പറേഷൻ്റെ ചെയർമാൻ ഡോക്ടർ പുകഴേന്തി, നമ്മുടെ ഒഫീഷ്യൽ ചെയർമാൻ ഡോക്ടർ പുകഴേന്തി സാറുണ്ട്. പുകഴേന്തി സാറ് ഇന്നലെ നമ്മുടെ എക്സൈസ് തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് കൃഷി വകുപ്പ് മന്ത്രിക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം ഈ 2015-16 വർഷത്തിൽ ഏകദേശം 1142 ടൺ പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടായിരുന്നു. ഏകദേശം നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 82.79 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രോഫിറ്റിൽ നിന്ന് നമ്മുടെ ലാഭവിഹിതമായിട്ടുള്ള 8.27 ലക്ഷം രൂപയാണ് നമ്മൾ ഇന്നലെ ഗവൺമെൻറ്റിന് കൈമാറിയത്. അപ്പോൾ ഇപ്പോൾ അതിന് സാധാരണ നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ ലാഭവിഹിതം കൈമാറുന്ന ചടങ്ങുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഒരുപാട് പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നത് വിപണിയിൽ റബ്ബറിനെ ആഗോള വിപണിയിലും നമ്മുടെ ഇന്ത്യയിലൊക്കെ റബ്ബറിന് വളരെ ഉയർച്ച ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ എല്ലാം റീപ്ലാന്റേഷൻ ഞങ്ങളുടെ ഫാമിംഗ് കോർപ്പറേഷൻ സംബന്ധിച്ചുള്ള റീപ്ലാന്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1250 ഏക്കർ സ്ഥലം ഞങ്ങൾ മുറിച്ചു മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ രണ്ട് സാഹചര്യത്തിലും ഞങ്ങളുടെ കമ്പനി പ്രോഫിറ്റബിളാണ്.
ആ പ്രോഫിറ്റുകളിൽ നിന്ന് ഒരു ലാഭവിഹിതം സർക്കാരിന് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഞാൻ എടുത്തു പറയത്തക്കതായിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ തൊഴിലാളികളുടെ ശമ്പള വർധന ഉണ്ടായ സമയത്ത് അത് കൃത്യമായി കൊടുക്കാൻ കോർപ്പറേഷന് സാധിച്ചു. കഴിഞ്ഞ വർഷം നമ്മൾ ഈ ബോണസ് ആനുകൂല്യങ്ങൾ കഴിഞ്ഞ വർഷം കൊടുത്തതിനേക്കാളും വർദ്ധിച്ച രീതിയിൽ ഇപ്രാവശ്യം കൊടുക്കാനും സാധിച്ചു. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടും ഫാമിംഗ് കോർപ്പറേഷൻ ലാഭത്തിലാണ്. ആ ലാഭവിഹിതമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിക്ക് നമ്മൾ കൈമാറി. 1972 സ്ഥാപിതമായ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ കമ്പനി റബ്ബർ ഉൽപാദനത്തിൽ മാത്രമാണ് കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ സമീപ വർഷങ്ങളിലുള്ള റബ്ബർ വിലയിടിവ് വരുമാനത്തിൽ വൻ കുറവ് വരുത്തിയതായും ഇതേ തുടർന്ന് കൂടുതൽ വരുമാനത്തിനായി SFCക്ക് മറ്റ് കൃഷികളിലേക്ക് തിരിയുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അത്രയും വിപുലമായ രീതിയിലുള്ള ഒരു ഇടവിള കൃഷി ചെയ്യാൻ നമുക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മത്സ്യകൃഷിയുടെ വരുമാനം നമ്മൾ എടുക്കാൻ സാധിച്ചു. ഇതിനോടൊപ്പം തന്നെ നമുക്ക് വെർമി കമ്പോസ്റ്റ് സാക്ഷരത വ്യവസായമാകുമ്പോൾ പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന ആസിഡും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും പരിസ്ഥിതി സൗഹാർദ്ദ കേന്ദ്രമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ISO 14001 അതിൻ്റെ സർട്ടിഫിക്കേഷൻ ഈ നവംബർ 2ാമത്തെ ആഴ്ചയോടുകൂടി നമുക്ക് ലഭിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മേഖലയിൽ നമ്മൾ ഈ 2 സർട്ടിഫിക്കേഷനും കൂടി വരുന്ന ഒരു സ്ഥാപനമായിട്ട് നമ്മുടെ ഈ നാട്ടിലെ ഈ ഫാമിംഗ് കോർപ്പറേഷൻ മാറാൻ പോവുകയാണ് എന്നുള്ള ഒരു സന്തോഷമായ ഒരു കാര്യം കൂടി. റബ്ബർ കൂടാതെ തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, വിവിധതരം വാഴകൾ എന്നിവയും മത്സ്യകൃഷിയും ഇവിടെ നടത്തിവരുന്നതായും റബ്ബർ മേഖലയിൽ നിന്നുണ്ടായ തിരിച്ചടിയെ അതിജീവിച്ച് കോർപ്പറേഷനെ ലാഭത്തിലാക്കാൻ ഇതിലൂടെ കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. പത്തനാപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ L. ശിവകുമാർ, ലേബർ വെൽഫെയർ ഓഫീസർ സതീഷ് കുമാർ, ചീഫ് അക്കൗണ്ടിംഗ് ഓഫീസർ ഗോപകുമാർ, കമ്പനി സെക്രട്ടറി നന്ദകുമാർ, പേഴ്സണൽ മാനേജർ കുര്യൻ തോമസ് എന്നിവർ പങ്കുകൊണ്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സ്വയം തൊഴിലിനും ശുചിത്വത്തിനും പ്രത്യേകം പരിഗണന നൽകി ഏരൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2016-2017 വർഷത്തെ സാമ്പത്തിക ബഡ്ജറ്റ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. സന്തോഷ് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 22,71,491 രൂപ വരവും 22,59,50,511 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. സന്തോഷ് അവതരിപ്പിച്ചത്. ഡയറി, സ്വയം തൊഴിൽ, ശുചിത്വം എന്നിവയ്ക്ക് പ്രത്യേക പരിഗണന നൽകുന്നതാണ് ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ 2016-17 വർഷത്തെ ബഡ്ജറ്റ്. ഡയറി ഡെവലപ്മെന്റ് പദ്ധതികൾക്കായി 10 ലക്ഷം രൂപയും കന്നുകുട്ടി പരിപാലന പദ്ധതികൾക്കായി 25 ലക്ഷം രൂപയും നെൽകൃഷി വികസനത്തിനായി 5 ലക്ഷം രൂപയും സ്വയം തൊഴിൽ മേഖലയിൽ വനിതകൾക്കായി 7.5 ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുള്ളത്. യുവ സംരംഭകർക്കായി 9 ലക്ഷം രൂപയും ഭവന പുനരുദ്ധാരണത്തിനായി 31 ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കരണത്തിനായി 5 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ലൈവ് വാർത്ത, അഞ്ചൽ. കരിമ്പാലൂരിൽ സാമൂഹ്യവിരുദ്ധ ശല്യം വർദ്ധിക്കുന്നതിനെതിരെ CPM പ്രതിഷേധത്തിനൊരുങ്ങുന്നു. പോലീസ് നിഷ്ക്രിയമെന്ന് ആക്ഷേപം. പത്തനാപുരം മാലൂർ കരിമ്പാലൂരിൽ അക്രമ സംഭവങ്ങളും രാത്രിയുടെ മറവിലുള്ള തീവയ്പും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രതികളെ കണ്ടെത്തുന്നതിനോ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിനോ പോലീസിന് കഴിയാതെ വന്നതോടെ പ്രദേശത്ത് CPM നേതൃത്വം ഏറെ അസംതൃപ്തിയിലാണ്. സമീപ മേഖലയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ നടക്കുന്ന പ്രദേശമാണ് മാലൂർ കരിമ്പാലൂർ മേഖല. ഇവിടെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് ഇടയാക്കും വിധം കൊടിമരങ്ങൾ നശിപ്പിക്കുകയും കൊടിതോരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളെ പരസ്പരം തമ്മിലടിപ്പിക്കുന്നതിനായി അജ്ഞാതരായ ചില സാമൂഹ്യ വിരുദ്ധന്മാരാണോ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതെന്നും സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം കരിമ്പാലൂർ ജംഗ്ഷനിലെ കട കത്തിച്ചതുൾപ്പെടെ നിരവധി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിട്ടും പ്രതികളെ കണ്ടെത്തുകയോ അറസ്റ്റ് ചെയ്യുകയോ ഉണ്ടാകാത്തതിൽ CPM പ്രാദേശിക നേതൃത്വം ഏറെ അസംതൃപ്തിയിലാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് പുല്ലൂർ ഗ്രൂപ്പ് സമ്മേളനവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് പൂജാരികളുടെ നിയമനത്തിൽ കാലതാമസം വരുന്നതുകൊണ്ട് പല ക്ഷേത്രങ്ങളിലും നിങ്ങൾക്ക് അറിയാമോ ഇല്ലെന്ന് എനിക്കറിയില്ല, 3 ക്ഷേത്രങ്ങളിലെ പൂജാരിയുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരെ. അപ്പൊ അതിനൊക്കെ മാറ്റമുണ്ടാകണം എന്ന് പറഞ്ഞു. പിന്നെ റിക്രൂട്ട്മെന്റ് ബോർഡ് തിരിച്ചുകൊണ്ടും ആദ്യ പ്രഖ്യാപനം ഉണ്ടായിട്ടും ജീവനക്കാരുടെ ഒഴിവുകൾ എന്ന് പറയുമ്പോൾ എണ്ണൂറോളം ഒഴിവുകൾ എംപ്ലോയീസ് ഫ്രണ്ടിന്റെ ആദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നേടുന്ന ലോങ് ടൈം അഗ്രിമെന്റിന്റെ ആനുകൂല്യങ്ങൾ, ഒപ്പം ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിൽ
അഴിമതി പരമാവധി ഇല്ലാതാക്കുവാൻ. വെട്ടിപ്പുഴ രാജീവ് ഭവനിൽ നടന്ന സമ്മേളനത്തിൽ ഗ്രൂപ്പ് പ്രസിഡന്റ് വി വിക്രമൻ അധ്യക്ഷനായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് ഫ്രണ്ട് പ്രസിഡന്റും INTUC സംസ്ഥാന ട്രഷററുമായ G ബൈജു മുഖ്യപ്രഭാഷണം നടത്തി. UDF പുനലൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ചെയർമാൻ കരിക്കത്തിൽ പ്രസേനൻ, പുനലൂർ നഗരസഭ കോൺഗ്രസ് ഡെപ്യൂട്ടി ലീഡർ G ജയപ്രകാശ്, പുനലൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ R ജയകുമാർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് ഫ്രണ്ട് സെക്രട്ടറി മണ്ണടി ഗോപൻ, ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ ഗ്രൂപ്പ് പ്രസിഡന്റ് G സുരേഷ് കുമാർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗം E കൃഷ്ണൻ പൊറ്റി, AE ഓഫീസ് ഓവർസിയർ G ഹരികുമാർ, R പ്രശാന്തൻ പിള്ള, മുരളി കുരുക്കൾ, ഗണപതി പൊറ്റി, G സുഗുണൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗം J ഉണ്ണികൃഷ്ണൻ നായർ സ്വാഗതവും R അജയകുമാർ നന്ദിയും പറഞ്ഞു. ഗ്രൂപ്പ് സെക്രട്ടറി D ഉണ്ണികൃഷ്ണൻ നമ്പ്യാതിരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ SSLC +2 പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. കൂടാതെ പെൻഷനായ ജീവനക്കാരെ ആദരിക്കലും ചികിത്സ ധനസഹായ വിതരണവും ചടങ്ങിൽ നടന്നു. ലൈവ് വാർത്ത പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. P ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം P ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. നിലമ്പൂർ തേക്കിൽ തീർത്ത അലമാരകൾക്കായി പ്രത്യേക ഷോറൂം ഒരുക്കിയിരിക്കുന്നു. തേക്കിൽ നിർമ്മിച്ച സെറ്റ്, ദിവാൻ കോട്ട്, സ്റ്റീൽ അലമാര, കട്ടിൽ, TV സ്റ്റാൻഡ്, കിച്ചൺ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോ, 2 കസേരകൾ, 2 തലയിണകൾ എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ വെറും 40,000 രൂപയ്ക്ക്. ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. JS ഫാഷൻ ജുവല്ലേഴ്സ്, SBT ബാങ്കിന് സമീപം, അഞ്ചൽ. 916 വിലയ്ക്ക് BS ഹോൾമാർക്ക് സ്വർണ്ണം ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം JS ഫാഷൻ ജുവല്ലേഴ്സ്, അഞ്ചൽ. ഫോൺ 9847999874. ഞങ്ങളുടെ സഹോദര സ്ഥാപനം JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ഒറിജിനൽ പട്ടുസാരികൾ, കേരള സാരികൾ, ലാച്ചുകൾ, ചുരിദാറുകൾ, മേൽത്തരം കമ്പനികളുടെ ഷർട്ടുകൾ, മുണ്ടുകൾ, കിഡ്സ് വെയർ, എല്ലാത്തരം വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ഇനി ബിസിനസ് വാർത്തകൾ. പുനലൂരിൽ EC ഫാർമസി പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് നഗരസഭയിലെ 35 വാർഡുകളിൽ 2,000 രൂപ വീതം വരെ വരുന്ന മരുന്നുകൾ സൗജന്യമായി വിതരണം ചെയ്യും. ഇംഗ്ലീഷ്, ആയുർവേദ, വെറ്റിനറി മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കുമായി പുനലൂരിൽ ആരംഭിച്ച നൂതന സംരംഭമാണ് EC ഫാർമസി. ഞായറാഴ്ച രാവിലെ വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജു ഫാർമസി ഉദ്ഘാടനം ചെയ്തു.
ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭയിലെ 35 വാർഡുകളിലും ജനപ്രതിനിധികൾ നിർദ്ദേശിച്ച രോഗികൾക്ക് 2000 രൂപ വിലയുള്ള മരുന്നുകൾ സൗജന്യമായി വിതരണം ചെയ്തു. ജീവൻ രക്ഷാ മരുന്നുകൾ 48 മണിക്കൂറിനകം ഈസി ഫാർമസിയിലൂടെ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും എത്തിക്കാൻ കഴിയുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഹോം ഡെലിവറി സൗകര്യവും ഇവിടെ ലഭ്യമാണ്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ബിസിനസ് ഡെസ്ക് ലൈവ് വാർത്ത. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ 42ാമത് ഷോറൂം കൊട്ടാരക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ചലച്ചിത്ര താരങ്ങളായ മധുവും ഷീലയും മുഖ്യാതിഥികളായി. താങ്ക് യു. ഇങ്ങനെ കാണുക, നിങ്ങളൊക്കെ നിങ്ങളോട് 2 വാക്ക് പറയാൻ സാധിക്കുക, അതൊരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. അതിന് ഒരു അവസരം ഉണ്ടാക്കി തന്ന ഇദ്ദേഹത്തിന്, ബോബി എൻ്റെ പഴയ സുഹൃത്താണ്. ഞങ്ങൾ പല സ്ഥലത്തും ഇത് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനൊരു അവസരം ഉണ്ടാക്കി തന്ന ഇദ്ദേഹമാണ്. അദ്ദേഹത്തിനോട് നാം സത്യത്തിൽ കടപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഈ വ്യവസായം തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഒക്കെ പ്രോത്സാഹനം വേണ്ടി വരും, സ്നേഹം വേണ്ടി വരും. അതെല്ലാം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ആഭരണക്കട വരിക എന്ന് പറഞ്ഞാൽ ആ സ്ഥലം അത്രയും സമ്പന്നമാകാണ്. എല്ലാരും ഒത്തൊരുമിച്ച് കൊട്ടാരക്കരയുടെ മോസ്റ്റ് ഹൈലൈറ്റ് മൊമെന്റ് ആയിരിക്കണം ഇത്. ഓക്കെ, 3, 2, 1 എന്ന് പറയുമ്പോൾ നമ്മൾ ശീലാമ്മ എന്ന് വിളിക്കുമ്പോൾ ഞാൻ സ്ലോ മോഷനിൽ മൈക്ക് അങ്ങോട്ട് കൊടുക്കും. ഓക്കെ ആണോ? ഓക്കെ, 3, 2, 1 കൊട്ടാരക്കര. ഹലോ, കൊട്ടാരക്കരയ്ക്കുള്ള എല്ലാവർക്കും എൻ്റെ വളരെ സന്തോഷമായ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് അതിൻ്റെ 153 വർഷം പിന്നീടാണ് കേരളം ഏറ്റവും വിശ്വാസ്യതയോടുകൂടെ സ്വീകരിച്ച, പാരമ്പര്യത്തോടുകൂടി സ്വീകരിച്ച എല്ലാ മലയാളികൾക്കും ഞാൻ നന്ദി പറയുകയാണ്. ഈ 153 വർഷം പിന്നിടുമ്പോൾ ഇത് 43ാമത്തെ ജ്വല്ലറി സ്ഥാപനമാണ് ഇവിടെ കൊട്ടാരക്കരയിൽ തുറക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 916 മായം ചേർക്കാത്ത 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. മാത്രമല്ല, കൊട്ടാരക്കരയ്ക്കുള്ള ഒരു പ്രത്യേക വിശേഷം, കൊട്ടാരക്കരയിൽ ആദ്യമായിട്ടാണ് ഒരു ബ്രാൻഡ് നെയിം വരുന്നത്. അതാണ് രണ്ടാമത്തെ പ്രത്യേകത. പിന്നെ 3% പണിക്കൂലി, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. തീർച്ചയായിട്ടും ഈ ജ്വല്ലറി സ്റ്റോർ ഉദ്ഘാടനത്തിന് വന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ 42ാമത് ജ്വല്ലറി ഷോറൂമാണ് കൊട്ടാരക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചത്. തിങ്കളാഴ്ച രാവിലെ 10:30 നടന്ന ചടങ്ങിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരങ്ങളായ മധുവും ഷീലയും ചടങ്ങിൽ മുഖ്യ അതിഥികളായിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും മർഡോണ ഗോൾഡ് പാർട്ണറാകാൻ അവസരവുമുണ്ടായിരുന്നു. നിരവധി ആനുകൂല്യങ്ങളാണ് ഇതിലൂടെ ലഭ്യമാകുന്നത്. ഉദ്ഘാടനം പ്രമാണിച്ച് ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കുറവും ഏർപ്പെടുത്തിയിരുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്. പ്രധാന വാർത്തകളിലേക്ക്. റേഷൻ കാർഡിന്റെ പുതുക്കിയ കരട് പട്ടികയിൽ ക്രമക്കേടെന്ന് പരാതി. അർഹതയില്ലാത്തവർ BPL ലിസ്റ്റിൽ കടന്നുകൂടിയെന്നും അർഹതയുള്ളവരെ ഒഴിവാക്കിയെന്നും ആക്ഷേപം. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ലാഭത്തിലെന്ന് മാനേജിംഗ് ഡയറക്ടർ. ലാഭവിഹിതം മന്ത്രിക്ക് കൈമാറി. തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് പുനലൂർ ഗ്രൂപ്പ് സമ്മേളനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
കോട്ടയ്ക്കുള്ളിലെ കാഴ്ചകൾ, കാഴ്ചയുടെ കാണാപ്പുറങ്ങളിലെ നർമ്മരസങ്ങൾ. പോയ ആഴ്ചയിലെ വാർത്തകളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം, ആഴ്ചവട്ടം കാണാൻ മറക്കരുത്. പറഞ്ഞാലും നേരും പറയണം, ഓരോന്നു തോന്നിയ നന്നല്ല. നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം, എല്ലാരും മാവേലിമാരല്ല. നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല.